ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വ്യത്യസ്തമായൊരു റൈസുമായിട്ടാണ്. മിക്സഡ് ഫ്രൂട്ട് റൈസ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. നാല് കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരമണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അരമണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളം ഊറ്റിക്കളയണം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത ബസ്മതി റൈസ് ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. റൈസ് കുക്കായതിനു ശേഷം ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുകയാണ് വേണ്ടത്. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരണം. ബട്ടറിന് പകരം ഗീ യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരുംജീരകമാണ്. ഇനി ഒരു 8 ഗ്രാമ്പു, 8 ഏലക്ക, 2 ബേ ലീവ്സ്, 3 സിന്നമൺ സ്റ്റിക്ക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഒരു ആപ്പിൾ ചോപ്പ് ചെയ്തതാണ് ഇത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സീഡ്ലെസ് മുന്തിരിയാണ്. പുളിയില്ലാത്ത നല്ല മുന്തിരി എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു മാങ്ങ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് മാങ്ങയാണിത്. ഇനി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലാക്ക് ഗ്രേപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലെ കുരു മാറ്റിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലെടുക്കാം. വാം മിൽക്കാണ് വേണ്ടത്. അതിലേക്ക് ഒരു പിഞ്ച് സഫ്രോൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സഫ്രോൺ മിൽക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂനട്ട്, റൈസിൻസ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഫ്രൂട്ട്സും റൈസും എല്ലാം നന്നായി മിക്സായി വരണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണിത്. ഇനി ഇത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
5 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോസ് എസൻസിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. ഇനി ഇതിലേക്ക് പോംഗ്രനേറ്റ് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പോംഗ്രനേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു റൈസാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.